മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 2/7/2003 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂയമാണ് നക്ഷത്രം. പൂയം 3-ാം പാദം. ഇടവലഗ്നം. ലഗ്നത്തിൽ രാഹു, 2-ൽ സൂര്യൻ, ബുധൻ, ശനി, ശുക്രൻ, 3-ൽ ചന്ദ്രൻ, ഗുരു അഥവാ വ്യാഴം. 4, 5, 6 ഭാവങ്ങൾ ശൂന്യം. 7-ൽ വിവാഹസ്ഥാനത്ത് കേതു, 8-ൽ ഗുളികൻ, 9 ശൂന്യം, 10-ൽ കുജൻ, 11, 12 ഭാവങ്ങൾ ശൂന്യം. ശൂന്യം എന്ന് വച്ചാൽ അതാത് രാശികളുടെ അധിപന്മാർ മറ്റു രാശികളിൽ നിൽക്കുന്നു എന്നൊരർത്ഥം മാത്രമാണ് അതിനുള്ളത്. ഇവിടെ ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നിലവിൽ ഒരു വിവാഹ ആലോചന വരികയും അത് ഉറപ്പിക്കുന്ന സ്റ്റേജ് വരെ എത്തുകയും എന്നാൽ അവിടെ നിന്നും അത് വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എന്തുകൊണ്ടാണത്? പൊതുവേ ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് കേതു നിൽക്കുന്നു. കേതു ഏതൊരു ഗ്രഹനിലയിലും എവിടെ നിന്നാലും അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടി സംഭവിക്കും. അത് ഒരു കാരണം. ഉപരി 8-ൽ നിൽക്കുന്ന ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി വിവാഹ സ്ഥാനത്തേക്ക്, അതായത് കേതു നിൽക്കുന്ന ഇടത്തേക്ക് വരുന്നു. അത് 2-ാമത്തെ കാരണം. ഗുളികൻ നവാംശത്തിലും അതേ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഇവിടെ കുജനാണ്. ശക്തനായ കുജൻ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. 10-ൽ ശനി സൂര്യനോടൊത്ത്, വിവാഹകാരക ഗ്രഹം ശുക്രനോടൊത്ത്, പ്രത്യേകിച്ചും ഇവിടെ അത് ലഗ്നാധിപൻ കൂടാണ്, 2-ൽ നിൽക്കുന്നു. ഒരു 3-4ഓളം കാരണങ്ങൾ വളരെ എടുത്ത് പറയത്തക്ക രീതിയിൽ ഉള്ളത് തന്നെയാണ്. 7-ലെ കേതു, രാഹുവിൻ്റെ ദൃഷ്ടി, ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി, 7-ാം ഭാവാധിപൻ ശനിയുടെ ക്ഷേത്രത്തിൽ, ശനി നിൽക്കുന്നത് സൂര്യനോടൊത്ത്, പ്രത്യേകിച്ചും വിവാഹകാരക ഗ്രഹം ശുക്രനോടുമൊത്ത്. അപ്പോൾ ഇത്തരം പാറ്റേണിലുള്ള ഗ്രഹനിലകൾ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ചും ഗ്രഹനിലകൾ പരിശോധിക്കാൻ കഴിഞ്ഞാൽ ഏറെ നന്ന്. അപ്പോൾ അന്യമതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രഹനില പരിശോധിക്കുക, നാൾ നോക്കുക പോലെയുള്ള പതിവുകൾ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്ന സ്ഥാനത്ത് വരുന്ന ആളുമായി കൃത്യമായി സംസാരിച്ച് രണ്ടുപേർക്കും ചേർന്ന് പോകാൻ പറ്റുന്നവരാണ് എന്നുള്ളൊരു ധാരണയെങ്കിലും മനസ്സിലാക്കിയ ശേഷമേ വിവാഹത്തിലേക്ക് പോകാവൂ. അതല്ലാത്ത പക്ഷം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വിവാഹം ബന്ധം ഉറപ്പിക്കുന്ന സ്റ്റേജ് വരെ എത്തിയിട്ടാണത് വേണ്ട എന്ന് വച്ചത്. അവിടെ നമ്മൾ എടുക്കേണ്ടുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ആ വിവാഹം ചേർത്ത് വച്ചിരുന്നുവെങ്കിൽ പിന്നീടത് 100% ഡിവേഴ്സിൽ തന്നെ പോകത്തക്ക രീതിയിലുള്ള സ്ഥിതിവിശേഷങ്ങളിലൂടെ കടന്നു പോകുമെന്നൊരർത്ഥം അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അത് പല ആളുകളും ശ്രദ്ധിക്കാറുമില്ല. അത്തരം ഗ്രഹനിലകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരം അവസ്ഥകൾ 7-ാം ഭാവവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ വളരെയധികം കാണാൻ സാധിക്കാറുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ്. ഇനിയാണെങ്കിലും ഇദ്ദേഹത്തിന് ഇപ്പോൾ ബുധദശയാണ് നടക്കുന്നത്. 2028 വരെ ബുധനാണ്. അതിൽ തന്നെ ശനിയുടെ അപഹാരവുമാണ്. അപ്പോൾ വിവാഹം ആലോചിച്ചാൽ നടക്കുന്ന സമയം തന്നെയാണ്. പക്ഷേ അതിന് ചില ചിട്ടവട്ടങ്ങളോട് കൂടി വേണം ആലോചിക്കാനായിട്ട്. നാൾ, പൊരുത്തം, അതുപോലെ തന്നെ ഗ്രഹനില തന്നെ പരിശോധിക്കാൻ കഴിഞ്ഞാൽ ഏറെ നന്ന്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആധികാരികമായിട്ട് എന്തൊക്കെ കുഴപ്പങ്ങൾ അതിലുണ്ട്, എന്തൊക്കെ പോസിബിലിറ്റീസ് അതിലുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ പൂയം, അനിഴം, ഉത്രട്ടാതി 3ഉം ശനി ഭരിക്കുന്ന നാളുകളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടഫ്നെസ് ലൈഫ് എക്സ്പീരിയൻസിൽ ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരാറുമുണ്ട്. ഇവിടെ 7-ൽ നിൽക്കുന്ന കേതു തന്നെ, പ്രത്യേകിച്ച് രാഹുവിൻ്റെ ദൃഷ്ടി സ്വാഭാവികമാണ്. അവിടെ മോശമായിട്ടുള്ള ഒരു കാര്യത്തെ
മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയും അത് നല്ലതാണെന്ന് വാദിക്കുകയും എന്നാൽ പിന്നീട് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് മോശം തന്നെയായിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വളരെ സഹജമായിട്ട് ഒരുപാട് പേർക്ക് അനുഭവത്തിലുണ്ട്. അത് തന്നെയാണ് ഇവിടെ ലൈഫിൽ സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. നല്ലതാണെന്ന് കരുതിയാണ് ഒരു വിവാഹബന്ധം പരിഗണിച്ചത്. എന്നാൽ പിന്നീട് മനസ്സിലായി അത് എക്സ്ട്രീം ടോക്സിക് ആയിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പേഴ്സണാണ് എന്ന്. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയുണ്ടായി. 5-ാം ഭാവാധിപൻ ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ മിഥുനത്തിൽ നിൽക്കുന്നു, സൂര്യനോടൊത്ത്, ശനിയോടൊത്ത്, ശുക്രനോടൊത്ത്. ഇത്തരം ആളുകൾക്ക് മറ്റുള്ള വ്യക്തികളുടെ നെഗറ്റീവായിട്ടുള്ള സൈഡിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരർത്ഥത്തിൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം ഒരു അബദ്ധം പൂർണ്ണമായും പറ്റിയ ശേഷം അത് മനസ്സിലാക്കുന്നതിലും എത്രയോ നല്ലതാണ് അത് നേരത്തെ കൂട്ടി അറിയുന്നത്. അതിവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഗുളികൻ ഇവിടെ പ്രധാനമായും ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അറുത്തു മാറ്റുക എന്ന് പറയുന്ന ഒരു രീതി. എന്ന് വച്ചാൽ ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവാഹസ്ഥാനത്തേക്ക് വരുന്ന ഗുളികൻ്റെ, നവാംശത്തിലും ഗുളികൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ്. വിവാഹസ്ഥാനത്തേക്ക് വരുന്ന ഗുളികൻ്റെ ദൃഷ്ടിയെ അല്പം ശ്രദ്ധയോടെ തന്നെ കാണണം, കരുതലോടെ തന്നെ കാണണം. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുപോലെ തന്നെയാണ് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അധിപൻ ശനിയാവുകയും പ്രസ്തുത ശനി പ്രധാന ശത്രുവായ സൂര്യനോടൊത്ത് വിവാഹകാരക ഗ്രഹം ശുക്രനോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നെഗറ്റീവായിട്ടുള്ള ഒരാൾ വന്നിട്ടും അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത്, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ തോന്നിച്ചതിന് പിന്നിൽ ഇവിടെ 3-ൽ കർക്കടകത്തിൽ ചന്ദ്രൻ, വ്യാഴം അവിടെ ഉച്ചനായി നിൽക്കുന്നു. പ്രത്യേകിച്ച് മോശം ദൃഷ്ടികളൊന്നും തന്നെയില്ല. ശനിയുടെയോ ഗുളികൻ്റെയോ രാഹുവിൻ്റെയോ ഒന്നും ദൃഷ്ടിയിലല്ലാതെ ശക്തരിൽ ശക്തനായി തന്നെ 3-ൽ എന്ന സ്ഥാനം ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ബലവാനായി തന്നെ വ്യാഴം അവിടെ നിൽക്കുന്നു. പ്രസ്തുത വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5-ലേക്കും 7-ലേക്കും 9-ലേക്കും ദൃഷ്ടിയും ചെയ്യുന്നു. ഇവിടെ കേതുവും രാഹുവും അതുപോലെ തന്നെ ഗുളികനും വരുത്തുന്ന നെഗറ്റീവിനെ പോലും ഭംഗം ചെയ്യാൻ, ഇല്ലാതാക്കാൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ സാധിച്ചു എന്നതുകൊണ്ടാണ് തെറ്റായ ഒരു റിലേഷനാണ് എന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് കൃത്യമായി പിന്മാറാനുള്ള ബുദ്ധി, ചിന്ത, അറിവ്, ശേഷി ഒക്കെ ആ വ്യക്തിക്ക് കാണിക്കാൻ സാധ്യമായത്. ഇതിവിടെ വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ലഗ്നാൽ 4-ൻ്റെ അധിപൻ സൂര്യൻ നിൽക്കുന്നത് ശനിയോടൊത്ത്. ഇദ്ദേഹത്തിൻ്റെ മാതാവിന് ഒരു പ്രത്യേക സ്വഭാവം എന്ന് വെച്ചാൽ ഭരിക്കുക, അതല്ല എങ്കിൽ അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ട് തർക്കങ്ങൾ ഉണ്ടാക്കുക പോലെയുള്ള ചില പ്രത്യേകതകൾ സ്വഭാവത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ്. അതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. തർക്കങ്ങൾ ഒഴിവാക്കി നിർത്താൻ പ്രത്യേകം ഇത്തരം ആളുകൾ, അല്ലെങ്കിൽ ഇത്തരക്കാരുമായി തർക്കിക്കുന്നത് ഒഴിവാക്കി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത്രയും സ്വസ്ഥത ജീവിതത്തിൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല ഗ്രഹനില തന്നെയാണിത്. ലഗ്നാൽ 10-ലാണ് കുജൻ നിൽക്കുന്നത്. ലഗ്നാൽ 10-ലെ കുജൻ വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ടുകൾ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പെർഫെക്ഷൻസ് സ്വഭാവം, വേഗത, ഷാർപ്നെസ് ഒക്കെ കൊടുക്കുന്ന ഗ്രഹം തന്നെയാണ്. 10-ാം ഭാവാധിപൻ നിൽക്കുന്നത് സൂര്യനോടൊത്തുമാണ്. ഇവിടെ ബുധനും ശുക്രനുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരല്പം സ്ട്രെസ്സ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. റിസൾട്ട് ഉണ്ടാകുമെങ്കിൽ സ്ട്രെസ്സും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശനി ദശയിൽ ജനിച്ചു, 2011 വരെ ശനി, ശേഷം ബുധൻ 2028 വരെ, ശേഷം കേതു 2035 വരെ, ശേഷം ശുക്രൻ 20 കൊല്ലം 2055 വരെ, ശേഷം സൂര്യൻ 6 കൊല്ലം 2061 വരെ, ശേഷം ചന്ദ്രൻ 10 കൊല്ലം, ശേഷം ചൊവ്വ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധനിൽ ശനിയാണ്. 1/8/2025 തൊട്ട് 10/4/2028 വരെ.
അപ്പോൾ വിവാഹം കൃത്യമായിട്ട് ആലോചിച്ചാൽ നടക്കുന്ന സമയം തന്നെയാണ്. ഒരല്പം ഡിലേ ഉണ്ടാകാം എങ്കിലും കൃത്യമായിട്ടുള്ള അറിവോടു കൂടി തന്നെ, സമ്മതത്തോടു കൂടി തന്നെ വേണം ഇത്തരം വ്യക്തികൾ വിവാഹം എന്ന് പറയുന്ന കടമ്പയിലേക്ക് കടക്കാനായിട്ട്. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനില തന്നെയാണ്. വ്യാഴത്തിൻ്റെ സപ്പോർട്ട് ഇവിടെയുണ്ട്, അത് കാണുകയും ചെയ്യും. എന്നാലും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോയാൽ ഏറെ നല്ലത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.